അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറൊക്കെ ചെയ്തോളൂ. പിന്നെ ഇതൊരു ഇത് പറയാം, കണ്ടൻറ്റ് പറയാം. ഇതൊരു ഗാർഡനിങ് ആണ്. എൻ്റെ ഇതിൻ്റെ ഗാർഡനിങ്, എൻ്റെ വീട്ടിലത്തെ ഗാർഡനിങ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പോൾ വീട്ടിലുള്ള ഗാർഡനിങ്ങിൻ്റെ ഇതൊക്കെ പറയും. അതായത് ഫസ്റ്റ് അതിനുള്ളത് നമ്മുടെ സ്വന്തം അലോവേര കേട്ടോ. ഇത് അലോവേര വലുതായി വരികയാണ്. ഇത് ചെയ്യുന്നുണ്ടോ? ഇത് അലോവേര അത്രയും ഇതില്ല, ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഒന്ന് കണ്ടത്, അലോവേരയാണ്. നമ്മൾ മറ്റേ ഉണ്ടമുളക് ഇങ്ങനെ വെട്ടി കണ്ടോ, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെട്ടിയാക്കിയതാണ്, ചെറുതാക്കിയുണ്ടോ, ഉണ്ടമുളകാണ്. പിന്നെ അത് വെക്കുന്നത് നമ്മുടെ സ്വന്തം ബോൾസാണ് കേട്ടോ. ബോൾസ് ഇവിടെ നട്ടാണ്, അത് കുറച്ചുണ്ടായി. ഇവിടെ ഈ സ്ഥലത്ത് ഒന്നും നടാൻ പറ്റില്ല, കുറച്ച് കല്ലും മണ്ണാണ്. അപ്പോൾ അതവിടെ നിന്നാൽ പിന്നെ അതവിടെ നിന്നോട്ടെ. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തിയാണ്. ഒരു പൂവ് ഇടയ്ക്ക് താളിയൊക്കെ വെക്കണമെങ്കിൽ താളിയൊക്കെ തേക്കണേ നല്ലല്ലേ. പിന്നെ ഒരു കപ്പളം കണ്ടോ, നല്ല വീടാണ്. കപ്പളം അങ്ങനെ മുളച്ചു കായൊക്കെ ഉണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തേ കപ്പളം കേട്ടോ, കപ്പളം നല്ല കണ്ടന്മാരൊക്കെ. പിന്നെ നമ്മുടെ സ്വന്തം കരിവേപ്പാണ്, ഇതിൽ നിന്ന് ഉണ്ടായതാണ്. ഇത് കരിവേപ്പ് തൈയാണ്, ഇതിനെ വന്നതാണ്, ഇതിൽ നിന്ന് മുളച്ച് വന്നതാണ് ഇതൊക്കെ. ഇച്ചിരി ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം കോവൽ അങ്ങ് കയറ്റി ഇട്ടിട്ടുണ്ട് അവിടേക്ക്. നല്ല കോവൽ കേട്ടോ, കുറേ കായൊക്കെ ഉണ്ട്, വെട്ടി നിർത്തിയതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ കോവലിൻ്റെ തണ്ടാണ്. അടിയിൽ ഒരു കവറിൽ നിന്ന് ഉണ്ടായതാണ്. ഇത് കണ്ടോ, കവറുണ്ടോ, കവറുണ്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ പുതിയ തൈ ഉണ്ടായി തുടങ്ങിയത്, ഇതിൽ നിന്ന് ഉണ്ടായി വരിക. പിന്നെ ഉള്ളത് നമ്മുടെ സ്വന്തം, പിന്നെ ഒരു ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ചെമ്പരത്തിയാണ്. അതെ, ചെമ്പരത്തി. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കേടുണ്ട്, ഇലകൾ പുഴുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ സ്വന്തം ഇത് ബോൾസ് എന്താണ്. പിന്നെ ഒരു കപ്പളത്തിൻ്റെ അതൊക്കെ ചെറിയൊരു കായുണ്ട്, വളവുണ്ടെന്ന് ഒരു ഡൗട്ട്, പെട്ടെന്ന് താറ്റണം കിട്ടും. പിന്നെയും ഒരു ബോൾസും തന്നെ ഉണ്ട്. പിന്നെയും നമ്മുടെ സ്വന്തം പിന്നെയും ചെമ്പരത്തി. പിന്നെ ഇത് നല്ല നമ്മുടെ ഇതാട്ടോ, നമ്മുടെ അവിടെ നട്ടണ കരിവേപ്പിനും പറിച്ചോട്ടാണ്. പിന്നെ ഇത് സ്വന്തം പച്ചമുളകാണ്. ഇത് ഏത് പച്ചമുളക് നീണ്ടതാണെന്ന് തോന്നും. പിന്നെ ഇത് ചുമന്ന ചീരയാണ് കേട്ടോ. ഇത് ചുമന്ന ചീരയാണ് ഈ സംഭവം. ഇതിലേക്ക് വെള്ളം ഒഴിക്കും, ഇതിൽ കൂടെ വരും അടിയിക്കുള്ള. ഇത് മുളക് കണ്ടോ, ഇത് എന്ത് മുളകാണെന്ന് അറിയാം. ഇത് മുളകാണ്, ഇവിടെ വലിയ കാര്യമൊന്നുമില്ലതേ, നമുക്ക് അത് മുളകാണ്. പിന്നെ പാറച്ചീര എന്ന് പറഞ്ഞാൽ പിന്നെ മുരിങ്ങാനെ പോലെ ഇരിക്കും, ഒരു പാറയാണ്, ചീരയാണ് ഇത്. നല്ല ഇതാണ്, ചീരയുടെ കൊണ്ടല്ല. പിന്നെ ഇത് മറ്റേ മുളക്, ചെറിയ മുളക്, നല്ല ഇങ്ങനത്തെ ഒരു കവറിലുണ്ട് വെക്കണേ. ഇതൊക്കെ നമ്മൾ ഫുൾ സെറ്റാണ്. ഇതുണ്ടോ, ഇത് ഒരെണ്ണം, ഇത്രയും ഒരെണ്ണം. പിന്നെ ഇത് അടുത്തത്. ഇതൊക്കെയാണ് എൻ്റെ. പിന്നെ ഉള്ളത് നമ്മുടെ പനിക്കൂർക്കയില, നമ്മുടെ വല്ല ഇതിനൊക്കെ വരുമ്പോൾ ഉണ്ടാവും, മറ്റേ ചുമ പനി അതിനൊക്കെ വരുന്നതാണ്. ഇങ്ങനത്തെ മുളകാണ്, ഇങ്ങനത്തെ ഉണ്ടാകുന്ന മുളക്. പിന്നെ ഉള്ളത് പിന്നെയും ബോൾസും. ഇനി അങ്ങോട്ട് ഫുൾ ഗാർഡനില്ല കേട്ടോ. ഇനി അത് ഫുൾ ഇതാണ്, കുറച്ച് ഇതൊക്കെ ബോൾസും മുളക്കുന്നത്. ഇവിടെ ബോൾസ് ഉണ്ട്, ബോൾസും പിന്നെ കുറച്ച് കുറ്റിച്ചെടിയാണ്. കുറ്റിച്ചെടികളാണ്, രസമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സ്വന്തം കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി മുകളിലേക്ക് വെച്ചേക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ കാട്ടിത്തരാം. നമ്മുടെ സ്വന്തം കോവൽ ഇതാണ്. ഇത് നമ്മുടെ ഇത് ചെടിയാണ്, മറ്റേ കപ്പളം കണ്ട, 2 എണ്ണം വലുതായിക്കണം. അത് ഒരെണ്ണം, ഇത് രണ്ടാമത്തെ. പിന്നെ ഇത് ഫുൾ കോവൽ ഇങ്ങനെ കയറ്റിയിട്ടേക്കുക, കണ്ടങ്ങനത്തെ ഇങ്ങനെ പടർന്ന് അങ്ങോട്ട് പോകും. പിന്നെ ഇത് കണ്ട നമ്മുടെ ഇത് മുളക, ഉണ്ടമുളകും അങ്ങനത്തെ മുളകാണ്. ഇത് മറ്റേ മുളകാണ്, അടി കണ്ട മുളകില്ലേ, ആ മുളക്. ഇത് അങ്ങനത്തെ മുളകാണ്, മൂരടിപ്പൊക്കെ ഉണ്ടായി, കുഴപ്പമില്ല. ഇത് കുറേ ഉണ്ട്, അപ്പോൾ നോക്കാൻ പറ്റണില്ല.
പിന്നെ ഇത് ഉണ്ടമുളക് കണ്ടോ, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, കുറേ ഉണ്ടമുളകാണ്. അല്ല കേട്ടോ, നല്ല എരിവ. മറ്റേ കാറ്ററിംഗുകാരൊക്കെ ഉപയോഗിക്കണം. അത് കണ്ട് ഒരു ദിവസം നട്ടപ്പോൾ വലുതായിരുന്നു. ഇതും അങ്ങനത്തെ ഉണ്ടമുളകെന്ന് തോന്നുന്നു. പിന്നെ ചുമന്ന ചീരയാണ്, ഇത് വെട്ടണം. അത് വെട്ടാൻ പറ്റിയില്ല, അതിങ്ങനെ ഇവിടെ കേട്ടോ, വെട്ടാൻ പറ്റില്ല ചുമന്ന ചീര. ഇതുണ്ടോ, നല്ല ചുമന്ന ചീര. അത് വെട്ടാത്തതുകൊണ്ട് അത് ഇങ്ങനെയൊക്കെ പുഴുവൊക്കെ അതുപോലെ ഇത് വെട്ടണം. എന്താ വെച്ചാൽ ഭയങ്കര പുഴു ഇതിന്. ഇത് പിന്നെ ഒരെണ്ണം പിടിച്ചു, പിന്നെ ഈ മുളകും പിടിച്ചു. ബാക്കിയൊക്കെ ഇത് പോയി, അത് ചീഞ്ഞു പോയി. ഇത് പിന്നെ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ആണ് ഇങ്ങനെ കൂട്ടി വെക്കുക. അതിൻ്റെ അകത്ത് ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെർഷനാണ്. പിന്നെ ഇത് കുറ്റിച്ചെടിയാണ്, ഞാൻ നടത്തോട്ടെ. പിന്നെ ഇതിൻ്റെ വേറെ വെർഷനാണ് ഇതാ നിൽക്കുന്നത്. ഇത് വേറെ വെർഷനാണ്, ഫസ്റ്റ് വെർഷനുണ്ട്. ഇതൊക്കെ കുറ്റിച്ചെടികളിലാണ്. കണ്ടത് ഫുൾ കുറ്റിച്ചെടികളാണ്. ഇത് കുറ്റിച്ചെടിയാണ്. ഇതിന് പേരൊന്നും അറിയൂല കേട്ടോ. ഇതൊക്കെ ഒന്നും പേരറിയാത്ത ഏതൊരു ചെടി, ഇതും പേരറിയാത്തൊരു ചെടി. ഇതൊക്കെ പേരറിയാം, കിട്ടി നട്ടു, അത്രേ ഉള്ളൂ. പേരൊന്നും എന്നോട്. ഇത് എൻ്റെ ആൻറ്റി തന്ന കേട്ടോ. ഇതിന് വള്ളി കയറി പോകേണ്ടതാണ്, വെട്ടേക്ക്. നല്ല രസമാണ്. ഇതിന് എന്നോട് 10 മണി അതേ കണ്ടോ, നല്ല കിട്ടലും 10 മണി. അപ്പോൾ ഇത് വേറെ ടൈപ്പ്, ഇതും വേറെ ടൈപ്പ്, അങ്ങനത്തെ രണ്ടും 10 മണി. പിന്നെ ഇത് നമ്മുടെ ചേമ്പിലിച്ച്, അതങ്ങനത്തെ ചേമ്പാണ്. പിന്നെ ഇതാണ് ബോൾസ്. എത്രയും വലിയ മരമായിപ്പോയി, ഈ മരം പൊളി. ഇതിപ്പോൾ ഒന്ന് നടാനായിട്ടുള്ളതാണ്, ഇങ്ങനെ കവറിൽ. ഇത് നമ്മുടെ വാട്ടർ ലില്ലിയില്ലേ, ഇതിങ്ങനെ നന്നായിട്ടുണ്ടായി ഒന്ന്. ഇത് എവർഗ്രീൻ ആണ്, നല്ല രസമുണ്ട്. ചേമ്പ് ഇതിന് മഞ്ഞപ്പൊടിയാണ്, മഞ്ഞപ്പൊടി ഭയങ്കരമായിട്ട് ഇത് റോസ ഭയങ്കരമായിട്ട് പുഴു വന്നു. അപ്പോൾ അന്ന് ഓടിച്ചോളാം. നല്ല രസമുണ്ട്. മഞ്ഞപ്പൊടി ആട്ടായിരുന്നു നല്ലത്. ഇത് 10 മണി പേരറിയാത്തൊരു ചെടിയുണ്ട്. 10 ഇത് ഫുൾ 10 മണി. ഇതൊരു നമ്മുടെ ഈ ജമന്തി ഇങ്ങനത്തെ ഒരു വകഭേദമാണ്. ഇതിൻ്റെ ഒരു വേറെ ടൈപ്പാണ്, അതേ കളർ തന്നെ. പുല്ലിലൊക്കെ ഉണ്ടാവും, നല്ല രസമാണ്. പിന്നെ ഇത് 10 മണി തന്നെ. ഇതൊക്കെ 10 മണിയുടെ വേറെ വെർഷൻസാണ്. പിന്നെ ഇത് റോസ കുറ്റിച്ചെടി, റോസ ഇടാ, എല്ലാം മഞ്ഞപ്പൊടി ഇട്ട് റോസ. ഇതും 10 മണി റോസ, 10 മണി. അയ്യോ, വെള്ളം ഒന്നും ഇതായിപ്പോയി. ഇത് ചട്ടിയാണ്, പൊട്ടിപ്പോവും ചിലപ്പോൾ, ഓട്ട കുത്തിയാലേ. ഇത് കണ്ടോ, 10 മണി റോസ 10 മണി. ഇത് പിന്നെ ഇങ്ങനത്തെ കയറ്റി വരുന്ന 10 മണിയില്ലേ, അങ്ങനത്തെ ടൈപ്പിൽ 10 മണിയാണ്. ഇതിന് കയറ്റി അങ്ങോട്ട് വിടാൻ വേണ്ടി വെച്ചേക്കുക. ഇതിന് മുല്ല, നല്ല മുല്ല കേട്ടോ. വള്ളി മുല്ല, ഇങ്ങനത്തെ മുല്ല നല്ല രസമുണ്ട്. ഇത് കയറ്റി വിടാൻ നോക്കുന്നുണ്ട്, കയറിപ്പോണ്ട. പിന്നെ ഇതും ഒരു കുറ്റിച്ചെടികളാണ്, പേരറിയാത്ത ചെടി. ഇതും അങ്ങനത്തെ ഒരു ചെടിയാണ്. പിന്നെ ഇത് വെള്ളപ്പൂവാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ പൂവില്ലേ, ഇതാണ് സാധനം. ഇത് വെള്ള. നമുക്കൊരു ആൾ ഗിഫ്റ്റ് തന്നു, ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ പിങ്കും വൈറ്റുമാണ്. പിന്നെ ഇത് ജമന്തി എന്നാണോ, നല്ല രസമുണ്ട്. പിന്നെ കുറ്റിച്ചെടി ഉണ്ട്, പിന്നെ 10 മണി ഉണ്ട്. പിന്നെ ഇത് കുറ്റിച്ചെടി, ഇതൊക്കെ ചട്ടിയിലത്തെ. ഇത് മറ്റേ കുറ്റി പോലത്തെ ഒരു ചെടിയില്ലേ, മറ്റേ ചുമപ്പും അങ്ങനത്തെ ചെടിയാണ്. അത് രണ്ട്, ഇത് ചുമപ്പും ഇത് വെള്ളയാന്ന് തോന്നുന്നു. ഇതാണ് ഇത്രേ ഉള്ളൂ. പിന്നെ അത് എവർഗ്രീൻ. പിന്നെ അത് പേരറിയാത്ത കുറേ ചെടികൾ, അതായത് ചെടി. അത് പിന്നെ വേറെ ഒരു ചെടി. പിന്നെ നമുക്ക് അവിടെ ഒരു ചെടി നിൽപ്പുണ്ട്, ഒരു കമ്പ. അതോട്ടോ, ഒരു ഇല പോലെക്കണം. പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട്, കണ്ടോ. പിന്നെ അതൊക്കെ കുറ്റിച്ചെടിയാണ്, അതൊക്കെ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഇതിൻ്റെ ചെടിയുടെ പേരെന്താണെന്നറിയോ, ഈ ചെടിയുടെ എനിക്കറിയില്ല കേട്ടോ, അതൊന്ന് ചോദിച്ചാൽ. പിന്നെ ഗായ്സ് ഇത് മറ്റേ കുറ്റിച്ചെടിയാണ്, നേരത്തെ നമ്മൾ കാട്ടി തന്നത്. കുറ്റിച്ചെടി ഇതിൻ്റെ അകത്ത് മുളച്ചു വന്നത് അവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തിയാണ്. പൂവൊക്കെ ഇട്ടു. പൂ നാളത്തേക്ക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ ഇലച്ചെടി, അതാണ് കുറ്റിച്ചെടി ഉണ്ട്. ഇതൊരു ചെടിയാണ്, ബോൾസം. പിന്നെ സ്നേക്ക് പ്ലാന്റ്. ഇത് വാടാർമല്ലിയാണ്, നല്ല വയലറ്റും വാടാർമല്ലി. പിന്നെ ഇത് ചേമ്പ് പോലെ തന്നെ അതിൻ്റെ വേഗം. മറ്റേ കുറ്റിച്ചെടി ഉണ്ടോ ഗൈസ്, കുറ്റിച്ചെടി നല്ല രസമാണ്. ഇതും വേറെ അറിയാത്തൊരു ചെടി, കുറ്റിച്ചെടി, ബോൾസം, അങ്ങനെ കുറേ ഉണ്ട്. എന്തൊക്കെ പേരറിയാത്ത തുളസി,
തുളസി ഉണ്ട്, തുളസി, സ്നേക്ക് പ്ലാന്റ്, പിന്നെ ഇതും പേരറിയാത്ത ഇതൊരു ടൈപ്പ് ചെടി, ഇതൊക്കെ അങ്ങനത്തെ പേരറിയാത്ത ചെടി. പിന്നെ ഇത് ബോൾസം കുറ്റിച്ചെടി ബോൾസം. പിന്നെ ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, എന്ത് നേരത്തെ കട്ട ചെടി കുറ്റിച്ചെടിയാണ്. ഇത് ഫുൾ കുറ്റിച്ചെടി, അതിൻ്റെ അകത്ത് ആ ചെടി. പിന്നെ ഇത് അതേപോലെ തന്നെ ഇത് പിന്നെ കുറ്റിച്ചെടി. പിന്നെ ഇത് നമ്മുടെ ബോൾസം അല്ല, ഇത് പേരറിയില്ലല്ലോ, ജമന്തിയാണ്. അത് പൂവൊക്കെ ഇട്ട് നല്ല രസമാണ് പൂവ്. ഇത് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നു. പിന്നെ അത് പിന്നെ അത് കുറ്റിച്ചെടിയാണ്. ഇത് ഫുൾ കുറ്റിച്ചെടി കേട്ടോ. അയ്യോ ഇപ്പോൾ